സ്വാഭാവികമായിട്ടും എത്രമാത്രം അതിക്രൂര 23 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. 21ാമത്തെ വയസ്സിലാണ് അവർ ഇത്തരത്തിലുള്ള അതിക്രൂരമായിട്ടുള്ള പീഡനത്തിനിടയായത്. അതിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അത് അത്രയും ഞെട്ടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായിട്ടുള്ള വിവരങ്ങളായിരുന്നു. അപ്പോൾ അതിന്റെ തെളിവുകൾ, അതിനെ കോടതിയിൽ ആ സംഭവം, ആ ഒരു ക്രൈം നടന്നു എന്ന് സാധൂകരിക്കുന്ന തെളിവുകൾ എന്തുകൊണ്ട് പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ KPCC അധ്യക്ഷൻ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് ഈ രണ്ടാമത്തെ പരാതി, ആ പരാതി കെട്ടിച്ചമച്ചതാണ് എന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുന്ന പ്രതികരണമൊക്കെ നമ്മൾ കേൾക്കുകയും ചെയ്തു. മാത്രമല്ല K മുരളീധരൻ നേരത്തെ വന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും വീഴ്ച, രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കുന്നതിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന വീഴ്ചയെ പറ്റി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നൽകപ്പെട്ടിട്ടുള്ള, ആദ്യഘട്ടത്തിലാണെങ്കിൽ നൽകപ്പെട്ടിട്ടുള്ള പരാതിയാണ്, അതിന്റെ തുടർച്ചയാണ്. ഒരു MLA-ക്കെതിരെ വീണ്ടും വന്ന ഒരു പരാതിയാണ്. അവിടെയാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നതും ഇത്തരത്തിലൊരു കേസ്. ഇതിൽ കോടതി പറയുന്നത്, അതായത് കൺസിഡറിംഗ് ആൾ ദീസ് ആസ്പെക്ട്സ് ആൻഡ് ദി അൺഡ്യൂ ഡിലേ ഫോഴ്സ് ദിസ് കോർട്ട് ടു ടേക്ക് എ സ്കെപ്റ്റിക്കൽ വ്യൂ ഇൻ ദി അലിഗേഷൻസ് അഗൈൻസ്റ്റ് ദ പെറ്റീഷണർ എന്നാണ്. അതായത് സംശയത്തോടെ മാത്രമേ ഈ കേസിലെ അല്ലെങ്കിൽ ഈ പരാതിയെ കാണാൻ പറ്റൂ, അതായത് ഈ പരാതിയെ കാണാൻ പറ്റൂ എന്നാണ് കോടതി പറയുന്നത്. ആ രീതിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഓരോ വിശദാംശങ്ങളും കോടതി ഇഴകേറി പരിശോധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി കോടതി എടുത്തത് രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു ഉത്തരവിറക്കി. ഇപ്പോ നിങ്ങൾ കേട്ടില്ലേ, ഇത്രയും ക്രൂരമായ 23കാരി നേരിട്ട ക്രൂരമായ ബലാത്സംഗം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ കോടതി പറയുന്നത് എന്താ? ഈ പരാതിയെ സംശയത്തോട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ഇവിടെ എന്താണ് പ്രശ്നം? പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടോ? ഇല്ല. പരാതിക്കാരിയുടെ അഭിഭാഷക ഈ പറയുന്ന പ്രോസിക്യൂഷൻ പബ്ലിക് പ്രോസിക്യൂട്ടർ പരാജയപ്പെട്ടോ? തെളിവുകൾ ഹാജരാക്കാൻ അല്ലെങ്കിൽ വാദങ്ങൾ നിരത്താൻ ഒരിക്കലുമില്ല. പിന്നെ എന്താണ് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഈ മാധ്യമങ്ങളിൽ പറയുന്നുണ്ടല്ലോ, ഈ ക്രൂരമായ 23കാരി നേരിട്ടു എന്ന് പറയുന്ന രണ്ടാമത്തെ പരാതിയിൽ പറയുന്ന സംഭവം, ആ സംഭവത്തിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? അത് സണ്ണി ജോസഫ് പറഞ്ഞതുപോലെ അത് ലീഗലി ഡ്രാഫ്റ്റഡ് പരാതിയായിരുന്നു. ആ പരാതി ഈ പരാതിക്കാരി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ട്, പരാതിക്കാരിയാണ് ഫോർവേഡ് ചെയ്തത്. പക്ഷെ ആ പരാതിയിൽ എന്താ പറയുന്നത് എന്ന് വായിച്ചു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് പരാതിക്കാരി. അങ്ങനെയാണ് പരാതിക്കാരി പോയിട്ട് മൊഴി കൊടുക്കുന്നത്. പക്ഷെ മൊഴി കൊടുത്തപ്പോ ആ രഹസ്യമൊഴിയാണ് രേഖപ്പെടുത്തിയത്. ആ രഹസ്യമൊഴിയിൽ എന്ത് പറഞ്ഞു എന്നുള്ളത് നമുക്കോ മാധ്യമങ്ങൾക്കോ ആർക്കും അറിവില്ല. പക്ഷെ അത് കോടതിക്ക് മുന്നിലുണ്ട്. കോടതി പരാതി ഒന്ന് വായിച്ചു നോക്കി, രഹസ്യമൊഴിയിൽ എന്താണ് പറയുന്നത് എന്ന് കോടതി നോക്കി. രണ്ടും തമ്മിൽ, ആനയും മണ്ണാനും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളാണ്. വ്യത്യാസം എന്നല്ല ഞാൻ പറയുന്നത്, വലിയ വൈരുദ്ധ്യം. പരാതിയിൽ പറഞ്ഞതല്ല രഹസ്യമൊഴിയിൽ പറയുന്നത്. രഹസ്യമൊഴിയിൽ പറയുന്നതൊന്നും ഈ പറയുന്ന പരാതിയിൽ പറഞ്ഞിട്ടില്ല. അത് തന്നെയാണ് കോടതി ഒറ്റ വാക്കിൽ പറഞ്ഞത്, ഈ പരാതിയെ സംശയത്തോടു കൂടിയേ കാണാൻ കഴിയൂ എന്ന്. മനസ്സിലായില്ലേ? പരാതിക്കാരിയുടെ മൊഴിയിൽ നിന്ന് കോടതിക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും. പരാതിക്കാരിയുടെ ലീഗലി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എന്താണ്, നിയമപരമായ അറിവെന്താണ്, അവർ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ ആ പറയുന്ന വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അത് പരാതി എടുത്ത് കോടതി വായിച്ചു നോക്കുമ്പോൾ ഈ പരാതിയിൽ പറയുന്ന ആ ലീഗൽ സ്റ്റാൻഡേർഡ് ഒന്നും പരാതിക്കാരിയുടെ മൊഴിയിലില്ല. പരാതിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും പരാതിക്കാരിയുടെ മൊഴിയിലില്ലെന്ന് മാത്രമല്ല, അവിടെ വൈരുദ്ധ്യങ്ങളുടെ ഒരു കലവറയാണ്. പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളെ ഒക്കെ തള്ളിക്കൊണ്ടാണ് മൊഴിയിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ പരാതിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ശ്വാസമുട്ടുണ്ടായിരിക്കുന്നു, പാനിക് അറ്റാക്ക് ഉണ്ടായിരിക്കുന്നു, അങ്ങനെ പലതും. പക്ഷെ അത് മൊഴിയിൽ എത്തുമ്പോൾ അവിടെ ഇല്ല. എന്ന് മാത്രമല്ല, മൊഴിയിൽ പറയുന്നുണ്ട് ഈ ബലാത്സംഗം കഴിഞ്ഞു, ഞങ്ങൾ ബന്ധം തുടർന്നു എന്ന്. മനസ്സിലായില്ലേ? അപ്പൊ കോടതി ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചു, എന്റെ ഈ ഇത്തരത്തിൽ പാനിക് അറ്റാക്ക് ഉണ്ടായ, ശ്വാസമുട്ടൽ ഉണ്ടായ, ബലാത്സംഗം കഴിഞ്ഞു, എന്തേ ഈ പറയുന്ന ബന്ധം തുടരാൻ കാരണമെന്ന് ചോദിച്ചപ്പോ പിന്നെ മറുപടി ഉണ്ടായില്ല, നിശബ്ദതയായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ആദ്യത്തെ പരാതി വന്നു. ആ പരാതിയിൽ രാഹുല് സെഷൻസ് കോടതിയിൽ പോയി, അവിടെ നിന്ന് ജാമ്യം നിഷേധിച്ചു. ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതി നോട്ട് ടു അറസ്റ്റിലേക്ക് വന്നപ്പോ രണ്ടാമത്തെ പരാതി വന്നു, അല്ലെ? ഈ രണ്ടാമത്തെ പരാതി വന്നപ്പോ അത് കോടതിയിലേക്ക് എത്തിയപ്പോ കോടതി ആ പരാതിയിൽ തന്നെ സംശയം പ്രകടിപ്പിക്കുന്നു. ആ പരാതിയുടെ നിലനിൽപ്പിനെ തന്നെ കോടതി ചോദ്യം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് ചെല്ലുമ്പോ നിങ്ങൾ എന്താണ് അടുത്തത് പ്രതീക്ഷിക്കേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്, പരാതി 3.0
ലോഡിംഗ്. പിണറായി വിജയൻ 3.0 ലോഡിംഗ് എന്നല്ല, പിണറായി വിജയൻ കസേരക്ക് പുറത്തേക്കാ, പക്ഷേ പരാതി 3.0 ലോഡിംഗ്. കാരണം എന്താ? പിണറായി വിജയൻ കസേരക്ക് പുറത്തേക്ക് പോകുമോ എന്നുള്ള ഭയത്തിൽ പരാതി 3.0 ലോഡിംഗ്. എന്താണ് അതിനുള്ള ഈ പറയുന്ന പ്രോത്സാഹനം? അതിന്റെ പിൻബലം എന്താ? 2016 ഉമ്മൻചാണ്ടിയെ വീഴ്ത്തിയത് ഒരു സ്ത്രീയെ മുന്നിൽ നിർത്തിയാണ്. മനസ്സിലായില്ലേ? അപ്പോ ഈ 2026 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാര കസേരയിൽ തുടരണമെങ്കിൽ അവിടെയും പൈങ്കിളി കഥകൾ വേണം, ഇക്കിളി കഥകൾ വേണം, ബലാത്സംഗം വേണം, ശ്വാസമുട്ട് വേണം, പാനിക് അറ്റാക്ക് വേണം. അത് കഴിഞ്ഞും എല്ലാ അർത്ഥത്തിലുമുള്ള ബന്ധങ്ങൾ വേണം. എന്നാൽ മാത്രമേ, എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ മാനം വെച്ച് ഇങ്ങനെ കളിച്ചാൽ മാത്രമേ പിണറായി വിജയന് ബലാത്സംഗവും പീഡനവും ഗർഭവും ഗർഭഛിദ്രവും കലക്കലും ഭ്രൂണഹത്യയും അതിനപ്പുറം അകത്തേക്ക് കടന്നതും പുറത്തു നിന്നതും അകത്ത് നിക്ഷേപിച്ച തുള്ളികളുടെ എണ്ണവും പുറത്ത് കളഞ്ഞത് തുള്ളികളുടെ എണ്ണവും അതിലെ ബീജത്തിന്റെ എണ്ണവും കൗണ്ടും ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മാത്രമേ ചുരുക്കി പറഞ്ഞാൽ ഒരു ബ്ലൂ ഫിലിം അഡൽട്ട് കണ്ടിട്ട് അവിഹിതം കൂടെ കിടക്കല്ലേ ഇത്തരത്തിലുള്ള നാറിയ കേസുകൾ പൈങ്കിളി കഥകൾ ഉണ്ടെങ്കിൽ മാത്രമേ പിണറായി വിജയന് മുന്നോട്ട് വെക്കാൻ എന്തെങ്കിലും ഉള്ളൂ. ഭരണ നേട്ടം എന്ന് പറയാനില്ല. പരാജയങ്ങൾ ഒരുപാടുണ്ട് പ്രതിപക്ഷത്തിന് പറയാൻ. അവിടെ ഇത്തരത്തിലുള്ള പൈങ്കിളി കഥകൾ ഇക്കിളി കഥകൾ ഉണ്ടെങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന് പിണറായി വിജയനും സഖാക്കളും മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ കണ്ടോ, വരും ദിവസങ്ങളിൽ 3.0 പരാതി, പിണറായി വിജയൻ 3.0 അല്ല പറയുന്നത്, പരാതി 3.0 വരും. അതാണ് ഇപ്പൊ വന്നിരിക്കുന്ന 2 പരാതികളുടെയും 1ഉം 2ഉം ചീറ്റി. ഇനി രണ്ടാമത്തത് ഒന്നിനെ അപേക്ഷിച്ചത് രണ്ടാമത്തത് വളരെ ലീഗലി ഡ്രാഫ്റ്റഡ് ആയിരുന്നു. പക്ഷേ അത് പരാതിക്കാരി മൊഴി കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് വായിച്ചു നോക്കിയില്ല. മൊഴി കൊടുത്തു കഴിഞ്ഞ് വായിച്ചു നോക്കുമ്പോൾ പരാതിക്കാരിക്ക് ഈ പറയുന്ന ആൾക്ക് തന്നെ മനസ്സിലായി ഇതും ചീറ്റുമെന്ന്. ഇപ്പോ അടുത്ത തയ്യാറെടുപ്പ് എന്തിനാ? ആദ്യം തന്നെ ഒരു ലീഗലി ഡ്രാഫ്റ്റഡ് ഇതുപോലെ പാനിക് അറ്റാക്കും ശ്വാസമുട്ടൊക്കെ ഉള്ള ഒരു പീഡനം എഴുതി ഉണ്ടാക്കുക. എന്നിട്ട് അത് പരാതിക്കാരിയെ നന്നായിട്ട് പഠിപ്പിക്കുക. അത് പഠിപ്പിച്ചതിന് ശേഷം പരാതി നൽകുക. അതിന് തൊട്ട് പിന്നാലെ മൊഴി കൊടുക്കുക. പരാതിയിലും മൊഴിയിലും ഒരേ കാര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ള നിർബന്ധത്തിന്റെ പുറത്ത് പുതിയ 3.0 ലോഡിംഗ്. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ രാഹുലിന്റെ അറസ്റ്റ് ഉണ്ടാവില്ല. രാഹുലിനെതിരെയുള്ള പരാതികൾ അത് 3.0 ആയും 4.0 ആയും അങ്ങനെ എണ്ണം പറഞ്ഞ പരാതികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എല്ലാത്തിലും പാനിക് അറ്റാക്കും ശ്വാസമുട്ടലും അതിനപ്പുറമുള്ള പല സംഭവങ്ങളും ഉണ്ടാകും. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോ രാഹുൽ പലതും പല രീതിയിലും ഞാനതിന്റെ ഈ പറയുന്ന വാക്കുകൾ ഉപയോഗിക്കാത്തത് അത് അത്തരത്തിലേക്ക് അങ്ങ് കടന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോ പലതിനെയും ക്രൂരമാക്കി മാറ്റാൻ, ക്രൂരതയുടെ പര്യായമാക്കി രാഹുലിനെ മാറ്റാനുള്ള വാക്കുകൾ ഈ പറയുന്ന പരാതികളിൽ ഉണ്ടാകും. മൊഴി പിന്നെ നമുക്ക് ലഭിക്കില്ലല്ലോ, രഹസ്യമൊഴിയാണല്ലോ, അത് മാധ്യമങ്ങൾക്ക് പോലും ലഭിക്കുന്നില്ല. പരാതി പക്ഷേ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോ ഈ പറയുന്ന പരാതിയിൽ രാഹുലിന്റെ ക്രൂരത അത് അതിന്റെ ഉച്ചിയിൽ എത്തിക്കുവാനുള്ള രീതിയിലുള്ള വാക്കുകൾ, പ്രയോഗങ്ങൾ, സെന്റൻസുകൾ, വാചകങ്ങൾ ഒക്കെ കുത്തി നിറച്ച പരാതികൾ ഇനിയും ഒരുപാട് വരും. ഇത് എപ്പോ മനസ്സിലായി എന്ന് ചോദിച്ചാൽ, ആദ്യ പരാതി വന്നു, ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച ഘട്ടത്തിൽ തന്നെ റിനി ആൻ ജോർജ് എന്ന് പറയുന്ന കാപട്യക്കാരി ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളിൽ പറഞ്ഞതാണ്, ഇനിയും ഇത്തരത്തിലുള്ള പരാതികൾ പലതും വരാനുണ്ട്. അങ്ങനെ വന്ന പരാതിയാണ് പരാതി 2.0. പക്ഷെ പരാതി 2.0, പരാതി 1ഉം പരാതി 2ഉം അടപടലം മൂഞ്ചി. ഇനി പരാതി 3.0 ആണ് വരുന്നത്. അത് കോടതിയുടെ നിരീക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പരാതിയാണ്. ഇപ്പൊ രണ്ടാമത്തെ പരാതിയിൽ ജാമ്യം നൽകുമ്പോൾ കോടതി പറഞ്ഞത് മൊഴിയിലും പരാതിയിലും വൈരുദ്ധ്യങ്ങളുണ്ട്, ഈ പരാതിയെ തന്നെ സംശയത്തിലാക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ 3.0യിൽ ഇത്തരത്തിലുള്ള അപാകതകൾ ഒന്നുമില്ലാതെ
ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ, ഒരു ന്യൂനതകളും ഇല്ലാതെ, കുറവുമില്ലാതെ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള പരാതി 3.0 ലോഡിംഗ് കമ്മിങ് വെയിറ്റ്. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോ ഇത് എപ്പോ നിൽക്കുന്നു ചോദിച്ചാൽ ഇത് നിൽക്കൂല. ഇത് നിൽക്കണമെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയാതെ ഈ പരാതികളുടെ പ്രവാഹം നിൽക്കില്ല എന്നുള്ളതാണ്. അതുവരെ പരാതികൾ ഇങ്ങനെ എണ്ണം പറഞ്ഞ പരാതികൾ വന്നുകൊണ്ടേയിരിക്കും. ഇനി അടുത്തത്, ആദ്യത്തേത് മുഖ്യമന്ത്രിക്ക്, രണ്ടാമത്തത് KPCC പ്രസിഡന്റിന്, ഇനി അടുത്തത് പോകാൻ ഉള്ളത് VD സതീശനാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ വളരെ എന്താ പറയേണ്ടത്, ആർജവമുള്ള അല്ലെങ്കിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്ത നേതാവ് VD സതീശനാണ് അടുത്ത പരാതി പോകുന്നത്. മനസ്സിലായില്ലേ? ആദ്യത്തെ പരാതി മുഖ്യമന്ത്രി കൊടുത്തു, അത് ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ അത് അടപടലം മുങ്ങി. രണ്ടാമത്തെ പരാതി KPCC പ്രസിഡന്റിന് കൊടുത്തു. അപ്പൊ KPCC പ്രസിഡന്റ് അത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു കളികളായിരുന്നു. അവിടെ KPCC പ്രസിഡന്റ് പരാതി നൽകുന്നതിന് മുമ്പ് അത് മാധ്യമങ്ങൾക്ക് കൊടുത്തു. എന്നിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്യണം, ഇപ്പൊ പുറത്തുവിടാൻ പറ്റില്ല. എന്താ ഇപ്പൊ പുറത്തുവിടാൻ പറ്റാത്തതിന്റെ കാരണം? പുറത്തുവിടാൻ പറ്റാത്തതിന്റെ കാരണം KPCC പ്രസിഡന്റ് എന്ത് ആക്ഷൻ എടുക്കുമെന്ന് നോക്കണം. KPCC പ്രസിഡന്റ് പരാതി മുക്കുകയാണെങ്കിൽ നമുക്ക് രാഹുലിനെയും മാത്രമല്ല കോൺഗ്രസിനെ തന്നെ അടപടലം തേച്ചൊട്ടിക്കണം. അതുവരെ മാധ്യമങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ KPCC പ്രസിഡന്റ് മെയിലില് ആ ഇമെയിൽ വന്ന ഉടനെ തന്നെ എടുത്ത് DGPക്ക് കൊടുത്തു, കൈ കഴുകി. ഇനി അടുത്ത പരാതി VD സതീശനാണ്. ആ പരാതി ലോഡിംഗ് ആണ്. അതിന്റെ ഡ്രാഫ്റ്റിങ്ങും അതിന്റെ ഫ്രെയിംവർക്കും ഒക്കെ വളരെ വളരെ സൂക്ഷ്മതയോടുകൂടി അതിൽ പറയുന്ന ഓരോ സെന്റൻസും പരാതിക്കാരിയെ ബൈഹാർട്ട് മനഃപ്പാടമാക്കി അവർക്ക് അതിൽ ഒരു വാക്ക് കുത്തിലും കോമയിലും പോലും ഒരു വ്യത്യാസം വരാതെ നോക്കിക്കൊണ്ടുള്ള ഒരു പരാതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും.